ഞങ്ങൾ താമസിക്കുന്ന പോരൂക്കര വാർഡിലാണ്. ഇതെന്ന് പറയുന്നത് പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു വാർഡാണ് പോരൂക്കര എന്ന് പറയുന്നത്. രാഷ്ട്രീയം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പോരൂക്കര കുരിശടിക്ക് വടക്കോട്ടുള്ളൊരു വഴിയാണ്. ഈ വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളക്കെട്ടാണ്. ഈ വെള്ളം ഒഴുകിപ്പോകാനായിട്ട് യാതൊരുവിധ മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിവിടെ വെള്ളക്കെട്ടാണ്. കാൽനടയായിട്ട് പോലും നമുക്ക് ഈ വഴി കൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഇതാണ് പോരൂക്കരയിലെ ഒരു റോഡിൻ്റെ അവസ്ഥ. മുഴുവൻ റോഡുകളും തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമല്ല പറയാം, അടിയന്തരമായി ഇത് പൊതുജനങ്ങൾക്ക് നടക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പരിഹാരമാണ് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ പന്മന ഗ്രാമപഞ്ചായത്തിൻ്റെയും പോരൂക്കര വാർഡ് മെമ്പറുടെയും ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. അടിയന്തരമായി ഈ വിഷയങ്ങൾ പരിഹരിക്കണം. ഇത് ഒന്നാമത്തെ റോഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. പോരൂക്കര കുരിശടി എന്ന വടക്ക് വശത്തേക്കുള്ള റോഡാണ്. ഇത് വെള്ളക്കെട്ടാണ്. നടന്നോ പോകാൻ ഒട്ടും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ വാഹനയാത്ര തന്നെ ദുസ്സഹമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇനി നമുക്ക് അടുത്ത റോഡിൻ്റെ ഒരു അവസ്ഥ കാണാം. ഇതാണ് നമ്മുടെ പോരൂക്കരയിലേക്ക് വരുന്ന പ്രധാന വഴി. അതായത് നാഷണൽ ഹൈവേ എന്ന അകത്തോട്ട് കയറുന്ന പ്രധാന വഴിയാണ്. ഈ വഴി തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിൻ, അതായത് പോരൂക്കര വാർഡിലേക്ക് കയറുന്ന ഒരു പ്രധാന പാതയുടെ അവസ്ഥയാണ് ഈ കിടക്കുന്നത്. തകർന്ന് തരിപ്പണമായ റോഡുകളാണ്. അപ്പോൾ ഇത് പ്രധാനമായി പരിഹരിക്കപ്പെടേണ്ട ഒരു റോഡാണ്. ഇതാണ് മൂന്നാമത്തെ ഒരു റോഡിൻ്റെ അവസ്ഥ. അതായത് പൊൻവെയിൽ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് നിന്ന് പോരൂക്കരയിലേക്ക് വരുന്ന ആ തകർന്ന് കിടക്കുന്ന മെയിൻ റോഡ് കഴിഞ്ഞിട്ട് അകത്തേക്ക്, അതായത് വലത്തോട്ട് തിരിയുന്ന ആ കയറ്റം, റെയിൽവേ കയറ്റം ഇറങ്ങി വന്ന് വലത്തേക്ക് തിരിയുന്ന റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ്. ഈ ഓട നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നു വരുന്ന വെള്ളമാണിത്. ഇവിടെ കുറേ അധികം വീടുകളിൽ ഈ വെള്ളം കയറുകയും ഇവർക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത ആ സാഹചര്യമാണ്. ഇവിടെ ഇന്നലെ ഒരു പാലുകാച്ച് ഉണ്ടായിരുന്നു. ആ പാലുകാച്ച് പോലും അവർക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയാണ് നടത്തി. അപ്പോൾ ഈ വഴി കൂടെ എങ്ങനെയാണ് വരുന്നത്? നടന്നോ ബൈക്കിലോ പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അപ്പം ഇത് ഈ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് രാഷ്ട്രീയമല്ല, അടിയന്തരമായി പോരൂക്കരയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട 3 റോഡുകളുടെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് പഞ്ചായത്ത് മെമ്പറും ഉത്തരവാദിത്തപ്പെട്ട പന്മന പഞ്ചായത്തും അടിയന്തരമായി ഇത് പരിഹരിക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്.